എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് നേരിട്ട് ചെന്നിട്ട് സ്റ്റുഡിയോ ചെന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്ന രീതിക്ക് ആ ഒരു പേജിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യണം. ഫയലിൽ പോയി ന്യൂ എടുത്തു. നമ്മളിവിടെയാണ് നമ്മുടെ ഫോട്ടോയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഡയമെൻഷൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ കൊടുക്കുകയാണ്. നമ്മൾ സെന്റിമീറ്ററിൽ കൊടുക്കുന്നത് 3.5 × 4.5 ആണ് നോർമലി കൊടുക്കാറ്. അപ്പൊ ഞാനിവിടെ കൊടുക്കുന്നത് ഇഞ്ചസിലാണ്. ഇഞ്ചസിൽ കൊടുക്കും 1.5 വിഡ്ത്തും 2 ഇഞ്ചസ് ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ 300 തന്നെ കൊടുക്കുക. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് റെസൊല്യൂഷൻ ചിലപ്പോൾ 100 നമ്മൾ ഇതിന് മുന്നേ എടുത്ത പേജിന്റെ ആ ഒരു റെസൊല്യൂഷനൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിടക്കുന്നുണ്ടാവുക. അപ്പൊ അതെങ്ങനെ വന്നാലും 300ലേക്ക് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ചെറിയ ലോസ് വരും. അപ്പോൾ അതുകൊണ്ട് റെസൊല്യൂഷൻ 300 തന്നെ എടുക്കുക. ഓക്കെ അടിച്ചു. അപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫോട്ടോ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോയി ഓപ്പൺ കൊടുത്തു. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്തിട്ടൊരു ഫോട്ടോയാണ്. അതിനുശേഷം നമ്മളെടുത്ത പുതിയ പേജിലേക്ക് ഈ ഫോട്ടോയെ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് വലിച്ചിടുക. ഓക്കെ, ഇതിപ്പോൾ ഇതിൽ ഫിറ്റ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫോട്ടോനെ കുറച്ച് വലുതാക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഫ്രീ ട്രാൻസ്ഫോം എന്നുള്ള ടൂൾ യൂസ് ചെയ്യണം. Ctrl+T ആണ് ഷോർട്ട് കട്ട്. Ctrl+T അടിച്ചു. അപ്പോൾ ഇവിടെ ഒരു ഫ്രെയിം വരും. ഇനി നമുക്ക് ഇതിനെ കുറച്ച് വലുതാക്കാം. ഈ കോർണറിൽ പിടിച്ചിട്ട് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ മൗസ് ക്ലിക്ക് ചെയ്തും കൊണ്ട് ജസ്റ്റ് വലുതാക്കുക. ഇനി ആൾട്ട് ഷിഫ്റ്റ് ആണ് നമ്മൾ പിടിക്കണമെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ട് അത് വലുതാവും. വലുതാക്കാനും ചെറുതാക്കാനും എപ്പോഴും ഓൾട്ട് ഷിഫ്റ്റ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് മാത്രം യൂസ് ചെയ്യുക. ഇനി നമ്മൾ ഇതിപ്പോൾ ഈ രണ്ട് കീബോർഡിൽ ഈ രണ്ട് കീയും യൂസ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകും. നമുക്ക് കാണിച്ചു തരാം. ഇവിടെ മാത്രം നമ്മൾ പിടിക്കുന്നത് വയ്ക്കുക. ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ടില്ല, ഷിഫ്റ്റ് പിടിച്ചിട്ടില്ല. ഇത് കണ്ടില്ലേ, ഫോട്ടോയുടെ ഷേപ്പൊക്കെ മാറും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കെയിലായി പോകും. കണ്ടോ, നമ്മളിങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും ഓൾട്ട് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുക. അതിനുശേഷം കറക്റ്റ് ആക്കി വെച്ചിട്ട് എൻ്റർ അടിക്കുക. ഇപ്പം ഞാൻ ഈ ഫയലൊന്ന് സേവ് ചെയ്യാണ്. ഫയലിൽ പോയി സേവ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്കൊരു കോട്ട് ഇടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫയലിൽ പോകണം. പ്ലേസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കോട്ടിൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജാണ്, മനസ്സിലായത്. അത് PNG ഫോർമാറ്റിലുള്ള ഇമേജാണ്. അങ്ങനെ PNG നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഇതെത്തി എൻ്റർ അടിച്ചു. ഇതിപ്പോൾ ഇതിൻ്റെ സൈസ് കറക്റ്റ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. Ctrl+T അടിച്ചു. ഒന്ന് വലുതാക്കി സൈസ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഓക്കെ, ഏകദേശം ശരിയായിട്ടുണ്ട്. ശേഷം എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഇതൊരു ബോർഡർ ആവശ്യമാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ പുതിയൊരു ലെയർ ആഡ് ചെയ്യണം. പുതിയൊരു ലെയർ ഇട്ടു. നമുക്ക് അതിലൊരു Ctrl+A അടിക്കുക. Ctrl+A അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സെലക്ഷൻ വരും. കണ്ടിട്ട് ഇനി നമുക്ക് ഇതിനൊരു ബോർഡർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പുതിയൊരു ലെയർ ഇട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് പോവുക. അങ്ങനെയാണെന്ന് നമുക്ക് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫയൽ മിസ്സാവില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് എഡിറ്റിൽ പോവുക. എഡിറ്റിൽ പോയിട്ട് സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, ഇൻസൈഡാണ് വേണ്ടത്. നമുക്ക് ഇൻസൈഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു 25 കൊടുത്തു നോക്കാം. ഓക്കെ, ഒരു ബോർഡർ വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയ്ക്ക് വേണ്ട, ഒരു കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. ഒരു 15 മതി നമുക്ക്. ഓക്കെ, ഇത്ര മതി.
അപ്പം ഇനി ഈ ഫോട്ടോനെ നമുക്കൊരു പാറ്റേൺ ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം അതിനായിട്ട് എഡിറ്റിൽ പോവാം. എഡിറ്റിൽ പോയിട്ട് ഡിഫൈൻ പാറ്റേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഓക്കെ അടിച്ചു. ശേഷം ഇവിടെ ഒരു പേര് കൊടുത്തിട്ട് ഓക്കെ അടിച്ചു. അപ്പം നമ്മൾ ഈ ഫോട്ടോ ഒരു പാറ്റേൺ ആയിട്ട് ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാവും. ഇനി ഞാൻ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യണം. അതിൽ പോയി ന്യൂ എടുത്തു. അപ്പം ഈ ഒരു പേജ് സൈസ്, ഈ കൊടുക്കുന്ന ഈ ഒരു പേജ് സൈസിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് സ്റ്റുഡിയോയിലൊക്കെ ഇപ്പോൾ നോർമലി എടുക്കുന്ന ഒരു സൈസാണ് 6:4 എന്ന് പറയുന്നത്. അതായത് 6 ഇഞ്ച് വിട്ടും 4 ഇഞ്ച് ഹൈറ്റിലുള്ള ഒരു പേജ് ഉണ്ട് പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി. നമ്മുടെ കയ്യിലൊരു ഫോട്ടോ പ്രിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പേപ്പർ സൈസിനനുസരിച്ച് നമുക്ക് ഏത് പേപ്പർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് 6:4 ഒന്നുകിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇഞ്ചസിലേക്ക് മാറ്റിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഡിഫാൾട്ടായിട്ട് ഇവിടെ കുറച്ച് സൈസുകൾ വന്നിട്ടുണ്ട്. ഫോട്ടോ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 6:4 സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. അപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജിലാണ് നമുക്ക് നമ്മളുടെ ഫോട്ടോ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്നത് പാറ്റേൺ ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ എഡിറ്റിൽ പോകണം. എഡിറ്റിൽ പോയിട്ട് ഫില്ല്, അതിനുശേഷം ഈ ഒരു ആരോ ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പാറ്റേൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം അപ്പോൾ ഈ താഴത്തൊരു ബോക്സ് ഇല്ലേ അതിലൊരു ആരോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പാറ്റേൺ ആയിട്ട് സേവ് ചെയ്തിട്ടില്ലേ ആ ഫോട്ടോ ഇവിടെ കാണിച്ചു തരും. നമുക്ക് ലാസ്റ്റാണ് വന്ന് കിടക്കുക. നമ്മൾ സേവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ലാസ്റ്റ് ആയിട്ടാണ് വരിക. സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു. അപ്പം നമ്മളെടുത്ത പുതിയ പേജിലേക്ക് 8 ഫോട്ടോ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോകണം, സേവ് ആസ് കൊടുക്കും. ഇവിടുന്ന് ഏതെങ്കിലും ഇമേജ് ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ടിഫ്, PNG, JPG. അപ്പം ഞാൻ അവിടെ JPG ആയിട്ട് സേവ് ചെയ്യണം. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു ശേഷം ഓക്കെ അടിച്ചു. ഫയൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി ഇമേജ് കോപ്പി ചെയ്തിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ മറക്കാതെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.